അമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ. നടിക്ക് ക്രൂരമായ പീഡനം നേരിട്ടപ്പോൾ ഗൗരവമായി പ്രതികരിക്കാൻ സംഘടനയ്ക്ക് കഴിഞ്ഞില്ല. അമ്മയുടെ നേതൃത്വം തിരശ്ശീലയ്ക്ക് പിന്നിലൊളിച്ചു. ദിലീപിനെ വേട്ടയാടിയപ്പോൾ സംഘടന നിസ്സംഗത പാലിച്ചു എന്നീ തുടങ്ങുന്ന വിമർശനങ്ങളാണ് കത്തിൽ ഗണേഷ് കുമാർ ഉന്നയിക്കുന്നത്. അതേസമയം കത്ത് നേരത്തെ എഴുതിയതാണ് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. രതീഷ് അഞ്ജുതൻ ചേർന്ന് വിവരങ്ങളുമായി. രതീഷ്, കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ അമ്മയെ പ്രതിരോധിച്ച ഗണേഷ് കുമാറിൻ്റെ കത്താണ് പുറത്തു വന്നത്. അമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനം. പക്ഷേ യോഗത്തിന് മുന്നെയാണ് ഈ കത്ത് എഴുതിയത് എന്ന വിശദീകരണം ഗണേഷ് കുമാർ നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് കത്തിൽ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിലെ കാര്യങ്ങൾ എന്തൊക്കെ? മുൻ മന്ത്രി കൂടിയായ കെ.ബി. ഗണേഷ് കുമാർ പത്തനാപുരം എം.എൽ.എ. എന്ന നിലയിലുള്ള ഔദ്യോഗിക ലെറ്റർ പാഡിലാണ് അമ്മ പ്രസിഡന്റ് ഇന്നസെന്റിന് കത്ത് അയച്ചിരിക്കുന്നത്. കത്തിൽ തീയതി രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യാൻ തീരുമാനമെടുത്തുന്നു. ഈ തീരുമാനമടക്കം പരാമർശിച്ചുകൊണ്ടുള്ള കത്താണ് അമ്മ പ്രസിഡന്റിന് കൈമാറിയിരിക്കുന്നത്. 13 പേജുള്ള കത്തിൽ 25 വർഷമായി പ്രവർത്തിക്കുന്ന അമ്മ എന്ന സംഘടനയിൽ പല ഘട്ടത്തിൽ നേതൃത്വത്തിനുണ്ടായ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഗണേഷ് കുമാർ ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട സംഭവവും ദിലീപിനെതിരായ അന്വേഷണവും സംബന്ധിച്ച കാര്യങ്ങളുമൊക്കെ പരാമർശിച്ചുകൊണ്ട് നേതൃത്വത്തെ രൂക്ഷമായി വിമർശിക്കുന്നത്. ഒരു സഹപ്രവർത്തകയായ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ അവരെ സംരക്ഷിക്കുന്നതിനോ പിന്തുണ നൽകുന്നതിനോ വേണ്ട രീതിയിൽ അമ്മയുടെ നേതൃത്വം തയ്യാറായില്ല. തിരശ്ശീലയ്ക്ക് പിന്നിൽ നേതൃത്വം ഒളിച്ചപ്പോൾ പിച്ച് ചീന്തപ്പെട്ടത് സഹപ്രവർത്തകയുടെ മാനവും ആത്മാഭിമാനവുമാണ് എന്ന കാര്യം നേതൃത്വം മറക്കരുത് എന്ന് ഇന്നസെന്റിന് അയച്ച കത്തിൽ കെ.ബി. ഗണേഷ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കത്തിലെ മറ്റ് പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഇനി ഞാൻ വായിക്കാം. ഈ സംഘടന ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ചു നിന്നതല്ലാതെ പ്രകടമായ ഒരു നിലപാടും കൈക്കൊള്ളുന്നതിനോ ശക്തമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനോ ശ്രമിച്ചില്ല. ആ സമയത്താണ് ജോയ് മാത്യു അടക്കമുള്ള ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യത്തിൽ ശക്തമായി ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്തത് എന്ന് നേതൃത്വം ഓർക്കണം. അവർ കാണിച്ച പ്രതിബദ്ധത പോലും അമ്മയുടെ നേതൃത്വം കാണിച്ചിട്ടില്ല. സ്ത്രീകൾക്ക് ഒരു നീതിയും ഈ സംഘടനയിൽ നിന്ന് ലഭിക്കില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് സ്ത്രീകളുടെ കൂട്ടായ്മ രൂപപ്പെട്ടത് എന്ന കാര്യം അമ്മ നേതൃത്വം ഓർക്കണമെന്നും ഗണേഷ് കത്തിൽ പറയുന്നുണ്ട്. ഈ സംഭവത്തിൻ്റെ മറ്റൊരു വശം എന്ന നിലയിൽ അമ്മയിലെ അംഗമായ ദിലീപിനെ ക്രൂശിക്കുവാനും അപവാദ പ്രചരണങ്ങൾ കൊണ്ട് തകർക്കുവാനും വളരെ ആസൂത്രിതമായ ഒരു നീക്കമുണ്ടായി. സാമൂഹ്യ മാധ്യമങ്ങളിലും ചില ചാനലുകളിലും പത്രമാധ്യമങ്ങളും ഒക്കെ ചേർന്ന് ദിലീപിനെ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോൾ നിസ്സംഗമായ നിലപാട് സ്വീകരിച്ച ഈ സംഘടന നടീനടന്മാർക്ക് തന്നെ നാണക്കേടാണെന്നും ഗണേഷ് കുമാർ ഇന്നസെന്റിന് അയച്ച കത്തിൽ പറയുന്നു. ഈ വിഷയമുണ്ടായപ്പോൾ അന്ന് ഡൽഹിയിലായിരുന്ന അങ്ങയെ, അതായത് ഇന്നസെന്റിനെ ഞാൻ ഫോണിൽ വിളിക്കുകയും അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ദിലീപിനെതിരായ നീക്കങ്ങളെ ചെറുക്കണമെന്നും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ പ്രതികരിക്കാമെന്നാണ് അന്ന് അങ്ങ് മറുപടി നൽകിയത്. എന്നാൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ മമ്മൂട്ടിയുടെ വീട്ടിൽ ഒരു രഹസ്യയോഗം പോലെ ഒരു ഒത്തുചേരൽ നടത്തുകയും ഒരു തിരക്കഥാകൃത്തിനെ കൊണ്ട് പേരിന് വേണ്ടി മാത്രം എങ്ങും തൊടാത്ത ഒരു നെടുങ്കൻ പ്രസ്താവന പുറത്തിറക്കുകയും മാത്രമാണ് അമ്മ ചെയ്തത് എന്നും ഗണേഷ് കുമാർ വിമർശിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സംഘടന ആരെയും സഹായിക്കാത്ത ഒരു സംഘടനയാണ്. ആർക്കും വേണ്ടാത്ത ഈ കപട മാതൃത്വം പിരിച്ചുവിട്ട് അവരവരുടെ കാര്യങ്ങൾ അവരവർ തന്നെ നോക്കി ജീവിച്ചോളാൻ മക്കളോട് പറയുന്നതിലെ കൂടുതൽ മാന്യത എന്ന വിമർശനം കൂടി ഈ കത്തിലൂടെ കെ.ബി. ഗണേഷ് കുമാർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അമ്മയ്ക്ക് 2 മക്കളും ഒരുപോലെയാണ് എന്ന് നടിയെയും ദിലീപിനെയും സംരക്ഷിച്ച് നിലപാടെടുത്ത അമ്മ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞ കെ.ബി. ഗണേഷ് കുമാർ ഔദ്യോഗികമായി കൊടുത്തിരിക്കുന്ന കത്തിലെ രൂക്ഷമായ വിമർശനങ്ങളാണ് അമ്മ എന്ന സംഘടനയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങളാണ് ഈ കത്തിലുള്ളത്. ദിവിഷ്.